കിടങ്ങാമ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു തോമസ് ഐസക് MLA വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ കൃത്യം 8:30 അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. ആലപ്പുഴ മണ്ഡലത്തിൽ UDF വോട്ട് മരവിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലെന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. UDF സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും UDF വോട്ടർമാർക്കിടയിൽ അതൃപ്തിയുണ്ടായിരിക്കുന്നുവെന്നും മുൻകാലങ്ങളിലെ പോലെ UDF വോട്ടർമാർ കൂട്ടത്തോടെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ഇല്ല എന്നും അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം നല്ല രീതിയിൽ ഉയർത്താൻ സഹായകരമാകുമെന്നും ഐസക് പറഞ്ഞു. RSPയെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: RSPക്ക് ആകെ കേരളത്തിലാകെ 35,000 വോട്ടുണ്ടാവും. എങ്ങനെയാ അത് സ്വാധീനിക്കാം എന്ന് മാത്രമല്ല, RSPയുടെ വഞ്ചന ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട്. എല്ലാ തെളിവുകളും വന്നു കഴിഞ്ഞു. അത് മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകர்கள் കൂടുതൽ വെറും വാശിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്നത്തെ RSP നേതൃത്വം കേരളത്തിൽ നിന്ന് ഇല്ലാതാകും. കേരളത്തിലാകെ 35,000 വോട്ടേ RSPയുടേതായി ഉള്ളുവെന്നും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്നത്തെ RSPയുടെ നേതൃത്വം കേരളത്തിൽ നിന്ന് ഇല്ലാതാവുമെന്നും ഐസക് അഭിപ്രായപ്പെട്ടു.